നർമ്മത്തിൽ പൊതിഞ്ഞതായിരുന്നു ഉഴവൂർ വിജയന്റെ ഓരോ പ്രസംഗങ്ങളും. വിമർശനങ്ങളായാലും അഭിനന്ദനങ്ങളായാലും ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ കേൾവിക്കാരെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ കെ നയനാർക്ക് ശേഷം രാഷ്ട്രീയത്തിൽ ഉഴവൂരിനെ പോലെ കേൾവിക്കാരെ ചുരുപ്പിച്ച, രസിപ്പിച്ച മറ്റൊരാളുണ്ടാകില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വിമർശനം നേരിടേണ്ടി വന്നത് ഉഴവൂരിൽ നിന്നാകണം. നർമ്മത്തിൽ പൊതിഞ്ഞ ഈ വിമർശനങ്ങൾ ഉമ്മൻചാണ്ടിയെയും ചിരിപ്പിച്ചിട്ടുണ്ട്. ഉഴവൂരിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ 20 മണിക്കുട്ടന്മാരും ഒരു മണിക്കുട്ടിയുമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പു കാലത്ത് സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം നടത്തിയ രസകരമായൊരു പ്രസംഗമുണ്ട്. അല്ലാതെ വിളിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അത്ര ഒക്കെ നിന്ന ആളുകളുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഓരോന്നായി താഴെ വീഴാൻ പോവുക. വസന്തയുള്ള തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്ന പോലെ. മന്ത്രിസഭയിൽ രാജിവെക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. രാജി അങ്ങനെ വെക്കണ്ട എന്നാണ് അഭിപ്രായം. ഇവന്മാർ പെട്ടെന്ന് അങ്ങനെ പോകാൻ പാടില്ല. കാർഡിയാക് അറസ്റ്റ് മൂലം മരിക്കാൻ പാടില്ല. കിടന്നേ ഇവന്മാർ മരിക്കാവുള്ളൂ. കുറേ അനുഭവിക്കുക. അതാ VS പറഞ്ഞത്, ഇവനെല്ലാം നരകത്തിൽ പോകും, യാതൊരു സംശയവുമില്ല. തീർച്ചയായും നരകത്തിലായിരിക്കും. മാണി സാറിനെയൊക്കെ നരകത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാനൊക്കെ സ്വർഗത്തിലായിരിക്കും. നിങ്ങൾ സ്വർഗത്തിലായിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സ്വരാജും സ്വർഗത്തിലായിരിക്കും. സ്വരാജ് സ്വർഗം രണ്ട് തീർച്ചയായിട്ടും സ്വർഗത്തിൽ തന്നെ ആയിരിക്കും, യാതൊരു സംശയം. എനിക്കൊരു സൂട്ട് റൂം തന്നെ അവിടെ കാണും. എന്താണെന്ന് ചോദിച്ചാൽ ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ യുവമാരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നരകത്തിൽ പോകും. ശുദ്ധീകരണ സ്ഥലമുണ്ട് ക്രിസ്ത്യാനികൾക്ക്. പക്ഷെ ഇയാളെ അവിടെയും കയറ്റിയില്ല, നേരെ ചേർന്നടിച്ചങ്ങ് പോകത്തുള്ളൂ. ബാബുവിനെ എണ്ണയിലിട്ട് വറക്കാനാണ് സാധ്യത. വേറൊന്നും കൊണ്ടല്ല. എണ്ണ കുറഞ്ഞു പോയ 2 കിലോ ഞാൻ മേടിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എന്നാലും വേണ്ടില്ല. അത് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം അങ്ങനെയാണ്. മുസ്ലിങ്ങൾക്ക് തീയിൽ ഇട്ട് കത്തിക്കുകയാണ് എന്നാണ് എന്നോട് പല ആളുകളും പറഞ്ഞത്. ആയിരിക്കും, എനിക്ക് എല്ലാ വിവരവും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എങ്കിലും എനിക്ക് അറിയാവുന്ന അനുസരിച്ച് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇവന്മാർ പെട്ടെന്നൊന്നും പോകണ്ട. ഇപ്പോൾ ICUവിലായിരിക്കുന്നു. മറ്റേ കേസിൻ്റെ ആ വെളിപ്പെടുത്തലൂടെ വന്നപ്പോൾ തന്നെ വെന്റിലേറ്റർ വെച്ചു. ഇനി അച്ഛൻ വന്നൊരു അന്ത്യകൂദാശ കൊടുക്കുക, അത് കഴിഞ്ഞ് പള്ളിമേടയിലേക്ക് എടുക്കുക. അപ്പോഴാണ് തൃപ്പൂണിത്തറക്കാരും കേരളത്തിലെ എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്നത്, അടികപ്പിയാരെ കൂട്ടമണി. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതോടെ ആയാൽ എല്ലാം ശുഭകരമായി അവസാനിക്കും. അല്ലാണ്ട് ഇവന്മാർ അനുഭവിക്കാതെ ഒന്നും പോവുകയില്ല. മൂക്കിലും ചെവിയിലും ഒക്കെ പുഴുവൊക്കെ കയറി പുറത്തെ തൊലിയൊക്കെ പോയി കുറേ നാൾ കിടക്കും. വീട്ടുകാർ തന്നെ വിഷമിച്ച് ഇയാൾ എന്നാ ചാകാത്തതെന്ന് നോക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഞാനൊരു ദുഷ്ടനായതുകൊണ്ട് പറയാൻ, ഇത്രയും ദുഷ്ടതരം കാണിച്ചവരെ കുറിച്ച് 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ ദൈവം സഹിക്കുകയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ തരത്തിലും ഈ നാടിന് ദോഷം വരുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ആശുപത്രിയിൽ ചെന്നാൽ മരുന്നുണ്ടോ? ഇല്ല. സൂചിയുണ്ടോ? ഇല്ല. ഗുളികയുണ്ടോ? ഇല്ല. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ മൂക്കിലോട്ട് വെക്കാൻ ഇത്തിരി പനിയുണ്ടോടാവുകയെന്ന് ചോദിച്ചാൽ അതുപോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പേപ്പട്ടിക്കാരനൊന്നും നിവൃത്തിയില്ല. വാക്സിൻ എന്നാൽ വാക്സിനുണ്ടോ? അതില്ല. എന്നാൽ ഈ മന്ത്രിമാരെ ഒന്ന് പട്ടി കടിക്കുമോ? അതുമില്ല. നമ്മുടെ ഈ പെണ്ണുങ്ങളെ ഈ പിള്ളേരെയൊക്കെയാണ് ഈ പട്ടികൾ കടിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഞാനൊരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാൽ, നിൻ്റെ ഈ മന്ത്രിമാരെ ഈ അസംബ്ലിയുടെ ചുറ്റിനും പട്ടിയുണ്ടായിട്ട് ഒരെണ്ണമെങ്കിലും ഇറങ്ങി കയറാൻ നേരത്തിൽ ഉമ്മാർക്കിട്ടൊന്ന് കടിക്കാൻ മേലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാം, പട്ടി ബുദ്ധിയുള്ള ജീവിയാണ്, ചേട്ടൻ അറിയാൻ മേലായിട്ടാ. പട്ടി ഞങ്ങളുടെ മന്ത്രിമാരെ കടിച്ചാൽ പട്ടി പുക്കിളിന് ചുറ്റും കുത്തി വെക്കേണ്ടതായി വരും എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു പട്ടിക്ക് പോലും വേണ്ടാത്ത കുറേ മന്ത്രിമാരാണ് ഈ കേരളത്തിലുള്ളത്. 20 മണിക്കൂട്ടന്മാരും ഒരു മണിക്കുട്ടി പാവ. ഞാൻ പെണ്ണായ കൊണ്ട് പറയല്ല, അത് വലിയ അഴിമതിയൊന്നുമില്ല. ഈയിടെ ഞാൻ മാനന്തവാടി ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ സഖാക്കളോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, വലിയ മോഷണമോ വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, വലിയ മോഷണമൊന്നുമില്ല. വീട്ടിൽ ഇപ്പോൾ ഈയിടെ ഒരു കുടുക്ക മേടിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തുകയൊക്കെ ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ അതിൻ്റെ അകത്തിടും. മാസം തോറും അത് പൊട്ടിക്ക് ഒരു സാരി വാങ്ങും, ഭർത്താവിന് 2 ഷർട്ടും മേടിച്ച് കൊടുക്കും. അതിൽ കൂടുതൽ വലിയ അഴിമതിയൊന്നുമില്ല. അതിനെ ഒരു മന്ത്രിയായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അതിനെ മന്ത്രിസഭയിൽ എടുക്കാൻ തന്നെ ഇരുന്നതല്ല ഉമ്മൻചാണ്ടി. എന്നുവെച്ചാൽ ഈ ആണുങ്ങൾ പലരും ഇരിക്കുന്ന ക്യാബിനറ്റിൽ ആ കൊച്ചിനെ കൊണ്ടുവന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിരിക്കും വേണ്ടെന്ന് വെച്ചത്. അപ്പോഴാണ് മാനന്തവാടി എന്നുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞ കുഴപ്പമില്ല, അമ്പെയ്ത്ത് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ആളാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അമ്പ് കൃത്യമായിട്ട് തന്നെ, അതിൽ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഈയിടെ തന്നെ മൂന്നാറിൽ VSC എന്നപ്പം ഈ കൊച്ചിനെയാണ് ഉമ്മൻചാണ്ടി അവിടെ നേരിടാനായിട്ട് വിട്ടത്. പെമ്പിളൈ സമരത്തെ നേരിടാനായി
ഈ കൊച്ചവിടെ പോയി നിൽക്കുക, കൊച്ചല്ല മന്ത്രി, കൊച്ചു മന്ത്രി എന്നുള്ളതേ ഉള്ളൂ. അത് കുറേ നേരം അവിടെ വന്നിട്ട് VSC എല്ലുന്നിടത്ത് പിന്നെ അത് പോയി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് അവസാനം അവിടെ കയറി നിന്നു. അപ്പോൾ കൊളുന്ന ഒരു സ്ത്രീ, പരിചയമില്ലാത്ത ഒരു സ്ത്രീയെ കണ്ടപ്പോൾ എന്നുള്ള നിലയിൽ വന്ന് ചോദിച്ചു, ചേച്ചി ഏത് എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത്? അത് വിചാരിച്ചത് കുളുന്തുകൊള്ളാൻ വന്നതാണ്, പുതിയ ആളായിരിക്കും എന്ന് വിചാരിച്ച്. മന്ത്രിയായിട്ട് പോലും അതിനെയൊന്നും ആരും കണക്കാക്കുന്നില്ല. അതുപോലത്തെ കുറേ മന്ത്രിമാരാണ് ഈ നാട്ടിലുള്ളത്. നമ്മുടെ പർവ്വത്തുകാരനൊരു മന്ത്രിയുണ്ട്, അതിനെ കണ്ടാൽ ആര് ചോദിക്കാൻ നമുക്ക് തോന്നും, അത് കഞ്ഞി കുടിച്ചിട്ട് 4 മാസമായി തോന്നും. ആരെ കണ്ടാലും നിലത്ത് കള്ളമൊക്കെ വരച്ച് ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു മന്ത്രിയാണ്. നമുക്കറിയാം, ഏതായാലും പർവ്വത്തുകാരുടെ കഷ്ടകാലത്തിനും നമ്മുടെ കഷ്ടകാലത്തിനും അങ്ങനെ അങ്ങ് ആയിപ്പോയി. ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ പലവട്ടം പറഞ്ഞതാണ്, ഇതിനെയൊക്കെ ഇച്ചിരൂടി ഒരു ജീവനുള്ള ഒരാളെ വേണ്ടേ ഈ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യും. ഇവിടെ താൻ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, അതിൽ മെലിഞ്ഞിരിക്കുന്നേ ഉള്ളൂ, നത്തോലി ചെറിയൊരു മീനല്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആയിക്കോട്ടെ, ഇപ്പോൾ അവരെടുത്ത നമ്മുടെ ശ്രീ ദിവാകരനൊക്കെ കൈകാര്യം ചെയ്ത വളരെ തൻ്റെ ഇടമായി ഇടപെട്ട് വിപണിയിൽ ഇടപെട്ട് മനുഷ്യർക്ക് വേണ്ടി പല കാര്യങ്ങളും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അതിന് പറ്റുന്ന ഒരു വകുപ്പാണ് ആ വകുപ്പ്. അതിനെയാണ് ഈ പരുവത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. ബാർകോഡ് കേസിലും സോളാർ കേസിലുമൊക്കെ ചിരിച്ചു തള്ളിക്കളയാനാകാത്ത ചില നിലപാടുകളുണ്ടായിരുന്നു ഉഴവൂർ വിജയനും. കക്ഷിയായി കോടതിയിൽ എത്തുന്ന എല്ലാ കേസുകളും തോറ്റുകൊണ്ടിരിക്കുക. എങ്ങനെ തോക്കാം എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ ചെലവിൽ തോറ്റുകൊടുക്കുക. കോൺഗ്രസും ബാർ ഉടമകളുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയ ഒരു കരാർ, അവർ നൽകിയ പണത്തിന്റെ ഉപകാര സ്മരണയാണ് ഇന്ന് ഈ ഗതികേടിൽ ഈ നാടിനെ കൊണ്ടുവന്നെത്തിച്ചത്. അതാണ് എന്റെ ആശയം. പുള്ളി പാവമാണ്, പുള്ളി ഹിന്ദി സിനിമയിലെ വിജനെ പോലെയാണ്. സത്യത്തിൽ വലിയ അഹങ്കാരമോ കൊമ്പൻ മീശയോ ഒന്നുമില്ല. വരവൊക്കെ കണ്ടാൽ ഹിന്ദി സിനിമയിൽ എങ്ങനെയാണ് സുമുഖനായ വിജൻ. അവസാനമാണ് ഈ കൊലപാതകം ചെയ്തത്. ആ നിലയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി എനിക്കത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. നേതാവുമാണ്, ഒത്തിരി നടന്നിട്ടുണ്ട്. അതെ, സുഹൃത്തുക്കളാണ്. പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന AK ആന്റണിയുടെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹവും പ്രവർത്തിച്ചു. സുധീരനും അങ്ങനെയാണ്. സുധീരന്റെയും നടപ്പും ഒക്കെ ആ സംസാരവും ഒക്കെ കേൾക്കാനുണ്ടല്ലോ. അത് നമ്മൾ ഇത്രയും അദ്ദേഹമാണ് ഈ നാടിനെ രക്ഷിക്കാൻ. ഗാന്ധിജിയൊക്കെ എന്താ വെള്ളിയുടെ മുമ്പിൽ നമുക്ക് തോന്നിപ്പോ. പിന്നെ അതിന്റെ ചില അഡ്ജസ്റ്റ്മെന്റുകളും കളികളും അതുകൊണ്ട് ഇവരാരും വെള്ളമടിക്കുന്നൊന്നും അഭിപ്രായം എനിക്കില്ല കേട്ടോ. അത് പറയുമ്പോൾ എന്നോട് തൊടുപുഴയിൽ നടപത്തിക്കാരൻ ഇതുപോലെ ഒരു സമ്മേളനത്തിൽ ചോദിച്ചു, മന്ത്രിമാർ എത്ര പേര് കഴിക്കും? ഞാൻ പറഞ്ഞിട്ട് കഴിക്കുന്നവർ പലരും ഉണ്ട്, അവർ ഇതിനു വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ, അവർക്ക് 1ാം സ്ഥാനം കൊടുക്കുക. ഇനി എത്ര പേരെന്നുള്ളത് കൃത്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഗണിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ട്. ചിലര് രാവിലെ അടിക്കുന്നവരുണ്ട് എന്നുള്ള ഒരു തോന്നൽ. ചില വകുപ്പ്, ഇപ്പൊ ചില തൊഴിൽ വകുപ്പ് പോലെയുള്ളവർ കൈകാര്യം ചെയ്യുന്നത് ഇതൊരു തൊഴിലാക്കി. ഞാൻ പറഞ്ഞത് അത് ഇന്ന മന്ത്രി എന്നുള്ളതല്ല, ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് അനുസരിച്ച് അവര് വർത്തമാനം പറയുന്നവർ. ഈ കേസുകള് തോറ്റുകൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതെല്ലാം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് പിന്നെ നമ്മളെ രാജിവെക്കാൻ പറഞ്ഞിട്ടു ഒരു കാര്യമില്ല. എന്ത് അപമാനം സഹിച്ചു ഞാൻ ഈ മന്ത്രി കസേര സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ വചനമൊക്കെ കേട്ടാലുണ്ടല്ലോ. പക്ഷെ അത്രയ്ക്കോ ഒരു മഹാന്മാര് പറയുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോ തൃശ്ശൂരുണ്ടെന്ന് കേട്ടു, എവിടെയോ പട്ടയം കൊടുക്കാനായിട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ആവശ്യമുള്ള കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും അതിനൊക്കെ കേട്ട് വന്ന് ചാടിയിട്ട് എല്ലായിടത്തും പോകുള്ളൂ. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നിവിടെയാണെങ്കിൽ നാളെ അങ്ങനെ ഇതുപോലെ ഓടെ വേഗതയാണ് ഒരു മുഖ്യമന്ത്രിയുടെ കഴിവിന്റെ മാനദണ്ഡം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെയാണ് PT ഉഷ മുഖ്യമന്ത്രിയാണ്. എനിക്കറിയാൻ പറ്റാണ്ട് വേഗതയാണ്, സ്പീഡിലാണ്, ഓട്ടത്തോടെ ഓട്ടം. വരാൻ കാര്യം നമ്മൾ പറഞ്ഞാലും മനസ്സിലായിട്ടില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞാൽ കാര്യങ്ങൾ പിടികിട്ടണമെങ്കിൽ ആര്യാടെ മുഹമ്മദ് പറഞ്ഞാൽ അതിനേക്കാൾ കാര്യമായിട്ട്. അപ്പൊ ആ നിലയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു മുഖ്യമന്ത്രിയും തീർത്തും അഴിമതി. ഇപ്പൊ മാണിസാറ് പറയുന്ന ഖജനാവിൽ ഒന്നുമില്ല. എന്താ കാര്യം? മദ്യമല്ല അതിന് കാരണം. നമ്മ എന്താ കാരണം എന്ന് പറയാം. ഈ മന്ത്രിമാരുടെ അഴിമതി +2 പേരിൽ അതായത് കോൺഗ്രസ് മറുപടി പറയോ, KPCC എന്ന് പറഞ്ഞാൽ തന്നെ കേരള +2 കറപ്ഷൻ കമ്മിറ്റി എന്ന് പറയേണ്ടതായ അവസ്ഥയിലാണെന്ന് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. ആ നിലയിൽ കോൺഗ്രസിനെ കൂടി എത്തിച്ചില്ലേ. എന്നിട്ട് ഒരു കുഴപ്പമില്ല, +2 ഒരു കുറ്റമില്ല. എന്നിട്ട് കോടതി എന്താ പറഞ്ഞത്? ഓരോ കേസിലും പറഞ്ഞിട്ട് ടൈറ്റാനിയം, അയ്യോ പാവപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ആ രാമേന്ദ്രൻ നായരുടെ ആ കരച്ചിൽ കണ്ടാൽ മതി. ഒന്ന് ആലോചിച്ച് ഇതുപോലെ പൊട്ടിക്കരയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോൾ പോലും ഇതുപോലെ കരഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത്ര കരച്ചിലായിരുന്നു.
അദ്ദേഹം നടത്തിയത്. അതിൻ്റെയൊക്കെ ഫലം, ആ കണ്ണീരിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാതെ പോവുകയില്ല. പിന്നെ അതിൻ്റെ അകത്തൊക്കെ ചില കളകളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ചില അവരുണ്ടല്ലോ, മുസ്ലിം ലീഗുകാർക്കാണ് എല്ലാ പച്ചയാണല്ലോ. നമ്മൾ കാച്ചിമോര് കഴിച്ചാൽ അവർ പച്ചമോരെ കഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ചൂടുവെള്ളം കുടിച്ചാൽ അവർ പച്ചവെള്ളം കുടിക്കുള്ളൂ. നമ്മൾ ജനഗണമന പാടിയാൽ അവർ പച്ചമാങ്ങ എന്നുള്ള പാട്ടേ പാടുന്നുള്ളൂ. അതെ, അത് അവരുടെ ഒരു സ്റ്റൈലാണ്. അതിന് അവര് കുറ്റം പറയുന്നില്ല. ഹരിതാന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ബാറിന് സുധീരിന്റെ കൂടെ ഒന്നും വലിയ ആദർശം പറഞ്ഞ ആളാണ് ഈ സതീശൻ. ഇപ്പം ബാറുകാരുടെ കൂടെ നടക്കുക. വി ഡി സതീശൻ ബാറിന് അനുകൂലമായിട്ടാണല്ലേ സംസാരിച്ചത്. അങ്ങനെ ഓരോരുത്തരും ഷാനി മോൾ ഉസ്മാനെ സുധീറിന് അവസാനം ഷാനി സ്മോൾ ഉസ്മാനാക്കി. അതൊക്കെ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓർത്തിരിക്കാനും പൊട്ടിച്ചിരിക്കാനും കഴിയുന്ന കോമഡി എക്സ്പ്രസ് പോലെയാണ് ഈ ഗവൺമെന്റ്. നോട്ട് നിരോധന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉഴവൂരിന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയിട്ടുണ്ട്. കല്യാണം കഴിക്കാത്ത മോദിയെ സാധാരണക്കാരുടെ കല്യാണം മുടക്കാൻ വന്ന വില്ലനായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. മോഡിയുടെ ആദ്യത്തെ ഈ വരവൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആകെ ഒന്ന് പേടിച്ചു പോയി. ഞാൻ പേടിച്ചു പോയായിരുന്നു. വീരപാണ്ഡ്യ കട്ടബൊമ്മനിൽ ശിവാജി ഗണേശൻ വരുന്നത് പോലെയാണ് അദ്ദേഹം ആദ്യം ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കടന്നു വന്ന. മൻമോഹൻ സിംഗിനെ പോലെയൊന്നുമല്ല, കണ്ടാലും അതൊരു ഗമയാണ്. ഇവിടെ സഖാവ് വി എസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഭായി ഓർ ബഹനം ദേശവാസിയോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കടന്ന് ബഹളമാകുമ്പോൾ ഇപ്പം നാട്ടുകാരെ കാണുമ്പോൾ ദാരിദ്ര്യവാസിയോ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറേണ്ടതായി വന്നിട്ടത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല. BJP എന്നാൽ ബീഫ് ജനതാ പാർട്ടി എന്നായിരുന്നു ബീഫ് വിഷയത്തിലെ BJP നിലപാടുകളെക്കുറിച്ചുള്ള ഉഴവൂരിന്റെ പ്രതികരണം. കുറച്ചു കാലം മുമ്പ് ബീഫ് കഴിക്കുന്നവരെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇപ്പോൾ മലപ്പുറം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബീഫ് കഴിക്കാത്തവരെ വെട്ടിക്കൊല്ലും എന്നാണ് BJP-ക്കാർ പറയുന്നത്. BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് നമ്മൾ ധരിച്ചതെങ്കിൽ ബീഫ് ജനതാ പാർട്ടി എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. ഒരു പാർട്ടി ഇങ്ങനെ പറയാവോ? നാണം വേണ്ടേ? ഒന്നുകിൽ നാണം വേണം, അല്ലെങ്കിൽ മാനം വേണം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുലിമുരുകൻ എന്നായിരുന്നു ഉഴവൂർ വിജയൻ വിശേഷിപ്പിച്ചത്. പിണറായി വിജയന് പൂർണ്ണ പിന്തുണ നൽകി നിലപാടുകളെ പ്രശംസിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ ശക്തമായ നിലപാടുകൾ കൂടി വ്യക്തമായിരുന്നു. ദുഷ്ടമൃഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ പുലിമുരുകൻ ഇറങ്ങിത്തിരിച്ചതുപോലെ കേരള ജനതയെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച പുലിമുരുകനാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തി മതസൗഹാർദ്ദത്തിനു വേണ്ടിയും മതേതരത്വത്തിനു വേണ്ടിയും പോരാടുന്ന ഒരു ദേശീയ തലത്തിലേക്ക് കടന്നു വരണം. തന്റേടമുള്ള നേതാക്കന്മാർ, കരിസ്മയുള്ള നേതാക്കന്മാർ, വർഗീയവാദികളെ നേരിടാൻ കഴിയുന്ന നേതാക്കന്മാർ, അല്ലാതെ ഉമ്മൻചാണ്ടിയെ പോലെയും ആന്റണിയെ പോലെയും ഞഞ്ഞഞ്ഞ പിഞ്ഞഞ്ഞ വർത്തമാനം പറഞ്ഞ് അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്ന് പറഞ്ഞ് കുമ്മനം രാജശേഖരൻ എഴുതി കൊടുക്കുന്ന പ്രസ്താവനയുടെ കോപ്പി മോഷ്ടിച്ചെടുത്ത് പേര് മാറ്റി പ്രസ്താവന ഇറക്കി സയാമീസ് ഇരട്ടകളെ പോലെ പ്രവർത്തിക്കുകയല്ല കോൺഗ്രസുകാർ ഇവിടെ ചെയ്യേണ്ടത്. അതാണ് അവർ ഇവിടെ ചെയ്യുന്നത്. ചാനലുകളിലെ ചിരിപരിപാടികളിൽ ഉഴവൂർ ഫലിതങ്ങൾ സ്ഥിരം ഇടം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ കാസർഗോഡായാലും കന്യാകുമാരിയായാലും ഉഴവൂരിന്റെ പ്രസംഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിരുന്നു. കുഞ്ഞാലിക്കുട്ടിയാണേലും ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും മുഖ്യമന്ത്രിയാകണമെങ്കിൽ ആയിക്കൊള്ളാനേ. ഉപമുഖ്യമന്ത്രിയുടെ കാര്യം വന്നപ്പോൾ പുള്ളി ഒരു ചെറിയ തർക്കം പറഞ്ഞു. എന്നുവെച്ചാൽ രമേശ് ചെന്നിത്തല ആകണം എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരാ മോൻ? ഉമ്മൻചാണ്ടി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പിള്ളേരൊക്കെ പൈസ ഇട്ടിട്ട് ഇന്ന വശം വന്നാ ഇന്നതെന്നൊക്കെ പറയല്ലേ. അതുപോലെ ശ്രീശാന്ത് തൂവാല വെച്ച പോലെ ഞാനൊരു ലക്ഷണം വെക്കാം. എന്താന്ന് ചോദിച്ചു. എന്റെ മുടി ഇടത്തോട്ട് വീണാൽ ഉപമുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക്, എന്റെ മുടി വലത്തോട്ട് വീണാൽ ഉപമുഖ്യമന്ത്രി KM മാണിക്ക്, എന്റെ മുടി നേരെ നിന്നാൽ ഉപമുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക്. ഭാഗ്യവശാൽ ഉമ്മൻചാണ്ടിയുടെ മുടി എങ്ങോട്ടും പോവുകയല്ല. അതുകൊണ്ട് ആർക്കും ഇല്ലെന്ന് പറഞ്ഞു പുള്ളി രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു. വനം വേണേ കൊടുക്കാവെന്ന് പറഞ്ഞു. വനത്തിലോട്ട് പോവുകയാണെങ്കിൽ വല്ല കടുവായോ വല്ലതും കടിച്ചു കൊള്ളുകയാണെങ്കിൽ പിന്നെ ആ ശല്യം ഉണ്ടാകുകയല്ലോ. അതും രമേശ് ആവുമ്പോൾ കടുവയ്ക്ക് ഇഷ്ടം, ഇച്ചിരി നല്ല ദശയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഈ പൗഡറും കെമിക്കലും ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കടുവ വല്ലതും പോവുകയും ചെയ്തെങ്കിലേ ഉള്ളൂ. എങ്കിൽ പോലും അതാണ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്നവരെ കബളിപ്പിക്കാൻ ഇത്രയും തന്ത്രം അറിയാവുന്ന വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഇക്കാര് പറയുന്നത്. ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്തൊക്കെ കരുണാകരന്റെ കാര്യം പറഞ്ഞിട്ട് അവരെന്നെ കാണുമ്പോൾ പറയും, കരുണാകരന്റെ പ്രേതം ഉമ്മൻചാണ്ടിയില് പ്രവേശിച്ചെന്നൊന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞു, LDF പ്രേതത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് എനിക്ക് NCP എന്നുള്ള നിലയിൽ ഞാൻ കയറിയത് പറഞ്ഞ് പിന്നെ ഘടകകക്ഷികൾ തമ്മിലൊരു തർക്കം വരണ്ട. അന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു വന്നു. പക്ഷെ ഇപ്പൊ സത്യമുള്ളത് പറയാതെ എനിക്കിപ്പോ വിശ്വാസം. ഈ കരുണാകരന്റെ പ്രേതം ഉമ്മൻചാണ്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. എന്നുവെച്ചാൽ ആ മനുഷ്യനാണല്ലോ കോൺഗ്രസ് ഉണ്ടാക്കിയത്. ആ മനുഷ്യനാണല്ലോ ഈ വേല വെച്ചത്. അനുഭവിക്കാതെ പോവുമോ? നിങ്ങൾ ആലോചിച്ചേ. കാരണവന്മാര് പറയുന്നത് എന്താ? ദുഷ്ടപ്രവർത്തനം ചെയ്താൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. അതാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ക്ഷുദ്രപ്രവർത്തനമൊന്നും രമേശ് വല്ല ക്ഷുദ്രപ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. കൂടോത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ LDF കൂടോത്രത്തിലും വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് അതിലൊരു കുറച്ച് വിശ്വാസം വന്നുകൊണ്ടിരിക്കുക. എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ആന്റണി തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ ഇളമരം കരിമ നല്ല തളിർമരം കരിമാണ്, നല്ല വ്യവസായ മന്ത്രിയായിരുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടിയെ ഇരുത്തിക്കൊണ്ടല്ലേ പറഞ്ഞത്? അവിടെ ആലോചിച്ചേ. കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അന്നേരെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന കടയിൽ കയറി ഒരു ഷവർമ്മ മേടിച്ച് കഴിച്ച് ആത്മഹത്യ ചെയ്യുമായിരുന്നു. മണ്ണെണ്ണ എന്ന് പറയുന്നത് മണ്ണെണ്ണയ്ക്ക് വലിയ വിലയാണ്. ഷവർമ്മയാണെങ്കിൽ പെട്ടെന്ന് ചാവൂന്നാണ് ആളുകൾ പറയുന്നത്. എനിക്കറിയാൻ മേല. അത് നാണമില്ല. അതുകൊണ്ടായിരിക്കുന്നു. കുഞ്ഞുഞ്ഞിനോട് പറഞ്ഞു, PS ആയിരുന്നു നല്ല മുഖ്യമന്ത്രി, പല വ്യവസായ കാര്യങ്ങളും എനിക്കന്ന് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് AK ആന്റണിയാ പറഞ്ഞത്. പ്രതിരോധ മന്ത്രി AK ആന്റണി AK-47 ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വ്യവസായ മന്ത്രിയുടെ നെഞ്ചിന് നേരെ നിറയൊഴിച്ചത്. എന്നിട്ട് ഇരിക്കുക ഉളുപ്പില്ലാതെ വർത്താനം പറഞ്ഞുകൊണ്ട്. ഏത് രംഗത്താ മെച്ചം? PS ഭരിക്കുന്ന സമയത്തല്ലേ കർഷക ആത്മഹത്യ എന്തേലും നടന്നിട്ടുണ്ടോ? എന്തെല്ലാം കൃഷിക്കാർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ വയനാട്ടിലാണെങ്കിലും കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴത്തെ കൃഷിമന്ത്രിയെ കൊണ്ട് പറ്റുമോ? കാര്യം നമ്മുടെ വീരൻ സാറിന്റെ പാർട്ടിയുടെ ആളാണ് മോഹനൻ. പേര് നല്ലതാണ്, മോഹനൻ. മോഹന എന്ന് വിളിക്കുമ്പോൾ അതിനൊരു സുഖമൊക്കെ ഉണ്ടില്ല. പക്ഷെ ആ മോഹന്റെ ആകെ ഒരു പണി എന്ന് പറഞ്ഞാൽ അസംബ്ലിയിൽ ചെന്നാൽ കാല് പൊക്കുക. ഞാൻ അവരുടെ പാർട്ടിക്കാരോട് ചോദിച്ചു, അയാൾ നീ കാല് പൊക്കുന്നത്? അതിന്റെ മുന്നേ ഏട്ടാ കന്നുകാലിയുടെ വകുപ്പ് പുള്ളിക്കല്ലേ, അതുകൊണ്ടാണ് പുള്ളി കാല് പൊക്കുന്നത്. അതാണ് സ്ഥിതി. UDF എന്ന് പറഞ്ഞാൽ തന്നെ പട്ടിന് ലോകം നൽകിയ പേർ കല്യാൺ എന്നതുപോലെ UDFന് ജനങ്ങൾ നൽകിയ നിർവചനം ഉഡായിപ്പ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറയേണ്ടതായ അവസ്ഥയിലാണ് UDFന്റെ പ്രവർത്തനം. കെ സുധാകരൻ, നിങ്ങൾക്കറിയാം, കണ്ണൂരിൽ നിന്നുള്ള ഒരു സുധാകരനെ നിങ്ങൾക്കറിയാമല്ലോ. TV-യിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചുഴലിക്കണ്ണക്കാരുടെ കൂട്ട് കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നു. ആ പുള്ളി വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SI-യോട് എന്താ പറഞ്ഞത്? മണല് വാരുന്നവനെ ഷഡ്ഡിടിച്ചോണോടാ നിർത്തുന്നത്. മണല് വരുന്നവൻ പിന്നെ ഷഡ്ഡിയിട്ടുണ്ടല്ലേ, അല്ലാതെ പാൻറ്റിട്ടുണ്ടോ മണല് വരാൻ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. പിന്നെ SI വരുന്നവനെല്ലാം പാൻറ്റ് മേടിച്ചു കൊടുക്കാൻ പറ്റും. അതിന് ഇത്രയല്ലേ ശമ്പളമുള്ളൂ. അതിന്റെ പേരിൽ അയാളോട് ചൂടായി വലിയ ബഹളമായി. എന്നിട്ട് അയാളുടെ പേരിൽ കേസെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അതിലൊരു മര്യാദ കാണിച്ചത് മുസ്ലിം ലീഗിന്റെ MLA ഷാജിയാണ്. ഷാജി പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് തൃപ്തിയായി. എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പരാതിയില്ലാത്തത് അവിടെ ഈ മണല് വാരിയ കൊണ്ടുവന്നവരെല്ലാം ഈ ഷട്ടി ഇട്ട് നിൽക്കുന്നവരെല്ലാം പച്ച ഷട്ടിയാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് തർക്കമില്ല. അവരങ്ങനെയാണ്. മുസ്ലിം ലീഗുകാരാകുമ്പോ അവർക്ക് പച്ചയോട് ഒരു പ്രത്യേക താല്പര്യമാണ്. നമ്മളൊക്കെ മഞ്ഞപ്പിത്ത എന്ന് പറഞ്ഞാൽ അവര് പച്ചപ്പിത്ത എന്നേ പറയുള്ളൂ. അതങ്ങനെയാണ്. നമ്മൾ കാച്ചി മോര് കഴിച്ചാൽ അവര് പച്ചമോരെ കഴിക്കൂ. അങ്ങനെയാണ്. നമ്മൾ ജനഗണമന പാടിയാൽ അവര് പച്ചമാങ്ങ എന്നുള്ള പാട്ടേ പാടുള്ളൂ. അതാണ് കുഴപ്പമില്ല. നമ്മൾ ഇത്തിരി പൂവേ ചുവന്ന പൂവെന്ന് പാടിയാൽ ഇത്തിരി പൂവേ പച്ചപ്പൂവേ എന്നേ അവർ പാടുള്ളൂ. അത് പിന്നെ മുസ്ലിം ലീഗിന്റെ അടിസ്ഥാനപരമായ ഒരു ലൈനാണ്. അതാണല്ലോ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം കയ്യേറി. ഇപ്പൊ എന്താ കയ്യേറി എന്ന് ചോദിച്ചപ്പോൾ പച്ചമരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. പച്ച എവിടെ കണ്ടാലും കയ്യേറും, അത് ഞങ്ങളാണ്. അതാണല്ലോ അബ്ദുൾ റബ്ബ് പറഞ്ഞത്, പച്ചക്കറിക്ക് വില കൂടുന്നതിൽ കുഴപ്പമില്ല, ഇവിടെ വീട്ടമ്മമാർ പച്ച ബ്ലൗസ് ധരിച്ചാൽ മതി എന്നാണ് അബ്ദുൾ റബ്ബ് പറഞ്ഞത്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് ഉച്ചക്കഞ്ഞിക്ക് പകരം ചിലപ്പോൾ പച്ചക്കഞ്ഞിയും കൊടുക്കാൻ തയ്യാറായിരിക്കും. കേന്ദ്രമായിരുന്നു എന്ന് അവര് കണക്കാക്കിയ ഇടുക്കിയില് എവിടെ പോയി അദ്ദേഹം? വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. സ്ഥാനാർത്ഥിയായപ്പോ തന്നെ ആനിക്കുഴി പിതാവിനെ കാണാനാണ് പുള്ളിക്കാരൻ ചെന്നത്. ചെന്നപ്പോഴോ പിതാവ് കഥകളൊറ്റ അടക്കിയായിരുന്നു.
അപ്പോൾ വല്ല സ്വകാര്യം പറയാനാണെന്ന് ഓർത്ത് അത് കഴിഞ്ഞ് 2 ഒച്ച കേട്ടു. അത് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഷർട്ടുമൊക്കെ കീറി ഇയാൾ ഇറങ്ങി ഓടുകയാണ്. പത്രക്കാർ പുറകെ ഓടുകയാണ്. എന്താണ് പ്രതികരണം? തെരുതരെ അടി വരുമ്പോഴാണ് നിന്റെ ഒരു പ്രതികരണം. അയാൾ ഓടി രക്ഷപ്പെടുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴേ അറിയാൻ കഴിഞ്ഞത് പിതാവൊന്നും ചെയ്തിട്ടില്ല, പിതാവ് അങ്ങനെ ചെയ്യില്ല, കപ്പിയാൽ 2 അടി കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് അവസ്ഥ. രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദം സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഉഴവൂർ വിജയന്റേത്. ഇടത് വലത് രാഷ്ട്രീയത്തിന്റെ എതിരാളികൾക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തുമ്പോഴും ഉഴവൂർ വിജയൻ തന്റെ സൗഹൃദങ്ങൾ കൈവിട്ടിരുന്നില്ല. അതുകൊണ്ടുതന്നെ കേരളത്തെ ചിരിയിലൂടെ ചിന്തിപ്പിച്ച ഒരു വലിയ മനുഷ്യനാണ് ഓർമ്മയായത്.